തൃശൂർ ചേലക്കരയിൽ തീപിടുത്തം. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ പൂട്ടിക്കിടക്കുന്ന ക്വാറിയുടെ ഷെഡിനാണ് തീപിടിച്ചത്. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുകയാണ്. ശ്രീജിത്ത്, വിവരങ്ങൾ. ക്രിസ്റ്റീന, തീപിടുത്തം ഇപ്പോഴും തുടരുകയാണ് എന്നാണ് അവിടുന്ന് നമുക്ക് നമ്മുടെ പ്രാദേശിക പ്രതിനിധി നൽകുന്ന വിവരം. സംസ്ഥാന പാതയാണ്, പക്ഷേ സംസ്ഥാന പാതയിലേക്ക് എന്തായാലും തീപിടിക്കാൻ സാധ്യതയില്ല. കാരണം അവിടെ ഫയർഫോഴ്സ് യൂണിറ്റ് സജ്ജമായി തന്നെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഏക്കർ കണക്കിന് വരുന്ന കോറിയുടെ പ്രദേശം പൂർണ്ണമായി തന്നെ കത്തി നശിച്ചിട്ടുണ്ട്. ആ ഷെഡിനാണ് പൂർണ്ണമായി തീ പിടിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അവിടെ ഈ ജലനിധി പൈപ്പുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് അധികൃതർ തന്നെയാണ് ആ കോറി, പൊട്ടിക്കിടക്കുന്ന കോറിയുടെ ഷെഡിന്റെ ഭാഗത്ത് ജലനിധി പൈപ്പുകൾ സൂക്ഷിച്ചിരുന്നത്. ഇത് പൂർണ്ണമായി കത്തി നശിച്ചു എന്നാണ് പറയുന്നത്. തൃശ്ശൂരിൽ നിന്നും അടക്കമുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് അംഗങ്ങൾ അവിടെ എത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. എന്തായാലും വലിയ തീപിടുത്തമാണ്. ഏക്കർ കണക്കിന് പ്രദേശമാണ് കത്തി നശിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് അംഗങ്ങളും അതുപോലെ തന്നെ നാട്ടുകാരും അടക്കമുള്ള ആളുകൾ ഈ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആ പ്രദേശത്ത് തുടരുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് ലഭ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സംസ്ഥാന പാതയിലേക്ക് തീ പടരാതിരിക്കാൻ വേണ്ടിയുള്ള കർശനമായ നിലപാടുകൾ അല്ലെങ്കിൽ കർശനമായ സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കി ഫയർഫോഴ്സും അവിടെ തന്നെ ഉണ്ട്. ക്രിസ്റ്റീന, ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിശദാംശങ്ങളുമായി ചേർന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീജിത്ത് പറഞ്ഞപ്പോൾ മനസ്സിലാക്കാനാകുന്നത് ഈ സംസ്ഥാന പാതയുടെ സമീപത്താണ് ഈ തീപിടുത്തമുണ്ടായത്. എന്നാൽ വലിയ അപകടം അല്ലെങ്കിൽ തീ മറ്റിടങ്ങളിലേക്കോ മറ്റു കെട്ടിടങ്ങളിലേക്കോ ഒന്നും പടരുന്ന അത്തരത്തിലൊരു ആപത്ശങ്കയില്ലെന്ന് തന്നെയല്ലേ? തീർച്ചയായും ക്രിസ്റ്റീന, കാരണം സംസ്ഥാന പാതയാണ്, അതൊരു വനപ്രദേശത്തിന് സമാനമായ രീതിയിലുള്ള പ്രദേശം തന്നെയാണ്. അതൊരു കോറിയൊക്കെ പ്രവർത്തിച്ചിരുന്നു ആ മേഖലയിൽ. എന്തായാലും സംസ്ഥാന പാതയ്ക്ക് സമീപത്ത് തന്നെയാണ്. പക്ഷേ ആ മേഖലയിലേക്ക് തീ പടരാനുള്ള സാധ്യത നിലവിൽ ഇല്ല എന്ന് തന്നെയാണ് ഫയർഫോഴ്സിൽ നിന്നും അതുപോലെ തന്നെ നാട്ടുകാരിൽ നിന്നും ഒക്കെ തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോഴും ഒരു മേഖലയിൽ തീ കെടുത്തുന്ന സമയത്ത് മറ്റൊരു മേഖലയിലേക്ക് തീ പടരുന്നൊരു സാഹചര്യമുണ്ട്. നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് മേഖലയിലാണ് തീ പിടിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ആശങ്ക നിലവിലുണ്ട്. ആ പ്രദേശം അത്ര ജനവാസ മേഖലയൊന്നുമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ജനവാസ മേഖലയിലേക്ക് ഒരു തീപിടുത്തം എന്ന തരത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തായാലും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ സജീവമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. നാട്ടുകാരും ഫയർഫോഴ്സ് അംഗങ്ങളുടെ കൂടെ തന്നെ ആ പ്രദേശത്തുണ്ട്. എന്തായാലും ഒരു കോറിയാണ്. പക്ഷേ ഏറ്റവും നഷ്ടം വന്നിരിക്കുന്നത് പഞ്ചായത്തിനാണ്. ജലനിധി പൈപ്പുകൾ പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട്. ഇത് എത്ര കോടി രൂപയുടെ നഷ്ടമാണ്, എത്ര ലക്ഷം രൂപയുടെ നഷ്ടമാണ് എന്നതിനെക്കുറിച്ചുള്ളൊരു കണക്കൊക്കെ ഇനി പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും വലിയ തീപിടുത്തമാണ് നടന്നിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.